നമസ്കാരം. 100 ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ പ്രജിൻസി കണ്ണൻ. നോക്കാം ഈ ദിനത്തിലെ 100 വാർത്തകൾ വളരെ വേഗം. ആദ്യം പ്രധാന വാർത്തകൾ. മിന്നൽ പ്രളയമുണ്ടായ ഉത്തരാഖണ്ഡിൽ കുടുങ്ങിയ മലയാളികൾ സുരക്ഷിതർ. 28 പേർ അടങ്ങിയ സംഘത്തെ ITBP ക്യാമ്പിലേക്ക് മാറ്റി. മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രിക്ക് കത്തയച്ച് VD സതീശൻ. മലയാളികളെ തിരികെ എത്തിക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുമെന്ന് കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് 24-നോട്. ഉത്തരാഖണ്ഡിൽ രക്ഷാദൌത്യം ഊർജിതം. NDRF സംഘങ്ങളെ വ്യോമമാർഗം ദുരന്ത മേഖലയിൽ എത്തിച്ചു. 30 പേരെ രക്ഷപ്പെടുത്തിയെന്ന് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി. 70ഓളം പേരെക്കുറിച്ച് വിവരമില്ലെന്ന് ഉത്തരകാശി ജില്ലാ ഭരണകൂടം. കാണാതായവരിൽ 9 സൈനികരും. ഉത്തരാഖണ്ഡിലുണ്ടായ പ്രകൃതി ദുരന്തത്തിൽ കേരളമാകെ ദുരിതബാധിതർക്കൊപ്പം ചേർന്നു നിൽക്കുമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. ഉത്തരാഖണ്ഡ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമിക്ക് അയച്ച കത്തിലാണ് ഇക്കാര്യം അറിയിച്ചത്. ആവശ്യമായ സഹായം നൽകാൻ കേരള സർക്കാർ തയ്യാറാണെന്നും മുഖ്യമന്ത്രി. ചേർത്തലയിലെ തിരോധാന കേസുകളുടെ അന്വേഷണത്തിൽ നിർണായക പുരോഗതി. സെബാസ്റ്റ്യന്റെ വീട്ടിൽ നിന്ന് കത്തിക്കരിഞ്ഞ നിലയിൽ ലേഡീസ് വാച്ചിന്റെ സ്ട്രാപ്പ് കണ്ടെത്തി. വീട്ടുവളപ്പിലെ 9 സ്പോട്ടുകളിൽ റഡാർ പരിശോധന. പ്രതിയുടെ സുഹൃത്ത് റോസമ്മയുടെ വീട് കേന്ദ്രീകരിച്ചും അന്വേഷണം. ക്രൈംബ്രാഞ്ച് സംഘം റോസമ്മയുടെ വീട്ടിലെത്തിയത് ഇന്നലെ ചോദ്യം ചെയ്തതിന് പിന്നാലെ. ദേശീയപാതയിൽ പാലിയേക്കരയിലെ ടോൾ പിരിവ് തടഞ്ഞ ഹൈക്കോടതി. 4 ആഴ്ചത്തേക്ക് ടോൾ പിരിക്കരുതെന്ന് ഇടക്കാല ഉത്തരവ്. ഇടപെടൽ വൻ ഗതാഗത കുരുക്കിൽ ജനം നട്ടം തിരിയുന്ന പശ്ചാത്തലത്തിൽ ദേശീയപാത അതോറിറ്റി തുടർ നടപടികൾ സ്വീകരിക്കണമെന്ന് കോടതി. ഉത്തരവ് സ്വാഗതം ചെയ്ത യാത്രക്കാർ. സിനിമാ കോൺക്ലേവിലെ വിവാദ പരാമർശങ്ങളിൽ അടൂർ ഗോപാലകൃഷ്ണനെതിരെ കേസെടുക്കില്ല. ജാതി അധിക്ഷേപം നടത്തിയിട്ടില്ലെന്ന് പോലീസിന് നിയമോപദേശം. നിർദ്ദേശം മുന്നോട്ട് വയ്ക്കുകയാണ് ചെയ്തതെന്നും വിശദീകരണം. അടൂരിന്റെ വിവാദ പരാമർശത്തിൽ വനിതാ കമ്മീഷന് പരാതി നൽകി WCC ഉൾപ്പെടെ 6 സംഘടനകൾ. ഡിജിറ്റൽ സർവകലാശാലയിൽ സ്ഥിരം വൈസ് ചാൻസലർ നിയമനത്തിന് സർക്കാർ. സെർച്ച് കമ്മിറ്റി രൂപീകരണ വ്യവസ്ഥകൾ ഭേദഗതി ചെയ്ത് ഓർഡിനൻസ് ഇറക്കി. സാങ്കേതിക സർവകലാശാലയിൽ സാമ്പത്തിക പ്രതിസന്ധി തുടരുന്നു. ശമ്പളവും പെൻഷനും ഇനിയും വൈകുമെന്ന് VC K ശിവപ്രസാദ് 24-നോട്. നിർമ്മാണത്തിനിടെ ആലപ്പുഴ മാവേലിക്കരയിൽ പാലം തകർന്ന് തൊഴിലാളികൾ മരിച്ച സംഭവത്തിൽ സുരക്ഷാ വീഴ്ചയെന്ന് പൊതുമരാമത്ത് വിജിലൻസിന്റെ കണ്ടെത്തൽ. പൊതുമരാമത്ത് വിഭാഗം ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയറുടെ പരിശോധനയിലാണ് വീഴ്ച കണ്ടെത്തിയത്. റിപ്പോർട്ട് നാളെ മന്ത്രിക്ക് കൈമാറുമെന്ന് ഡെപ്യൂട്ടി ചീഫ് എഞ്ചിനീയർ ഹരീഷ് 24-നോട്. അമ്മ ഭാരവാഹി തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥിയായതിന് പിന്നാലെ സിനിമാ താരം ശ്വേതാ മേനോനെതിരെ കേസ്. കൊച്ചി സ്വദേശി നൽകിയ പരാതിയിൽ കേസെടുത്തത് എറണാകുളം ചീഫ് ജുഡീഷ്യൽ മാജിസ്ട്രേറ്റ് കോടതിയുടെ നിർദ്ദേശപ്രകാരം. IT നിയമത്തിലെ വകുപ്പുകൾ ഉൾപ്പെടെ ചുമത്തി. കണ്ണൂർ സർവകലാശാല യൂണിയൻ SFIക്ക് 5 സീറ്റുകളിലും SFI സ്ഥാനാർത്ഥികൾ വിജയിച്ചു. വയനാട്, കാസർഗോഡ് ജില്ലാ എക്സിക്യൂട്ടീവ് സീറ്റുകൾ KSU MSF സഖ്യത്തിന്. തെരഞ്ഞെടുപ്പിനിടെ വൻ സംഘർഷം, ലാത്തിവീശി പോലീസ്. അനധികൃതമായി സേവനങ്ങളിൽ നിന്നും വിട്ടുനിൽക്കുന്ന മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള 51 ഡോക്ടേഴ്സിനെ സർവീസിൽ നിന്നും പിരിച്ചുവിടാൻ ഉത്തരവിട്ട് സർക്കാർ. പലതവണ അവസരം നൽകിയിട്ടും സർവീസിൽ പ്രവേശിക്കുന്നതിന് താൽപര്യം പ്രകടിപ്പിക്കാത്തവരെയാണ് നീക്കം ചെയ്തത്. ധർമ്മസ്ഥലയിലെ വെളിപ്പെടുത്തലിൽ മുൻ ശുചീകരണ തൊഴിലാളിക്ക് പിന്തുണയുമായി കൂടുതൽ സാക്ഷികൾ. മൃതദേഹങ്ങൾ മറവ് ചെയ്യുന്നത് കണ്ടെന്ന് വെളിപ്പെടുത്തി 6 പേർ പ്രത്യേക അന്വേഷണ സംഘത്തെ സമീപിച്ചു. ഇതിനിടെ ഇന്ന് മണ്ണുമാറ്റി പരിശോധന നടത്തിയ പുതിയ സ്പോട്ടിൽ നിന്ന് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് വീണ്ടും 25% തീരുവ ചുമത്തി അമേരിക്ക. ഇതോടെ തീരുവ 50%. US നടപടിയോട് രൂക്ഷമായി പ്രതികരിച്ച് ഇന്ത്യ. നീതീകരിക്കാനാകാത്തതും അന്യായവുമെന്നും വിദേശകാര്യ മന്ത്രാലയത്തിന്റെ പ്രതികരണം. രാജ്യ താൽപര്യം സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമെന്നും വിശദീകരണം. ആലപ്പുഴ ആദിക്കാട്ടുകുളങ്ങരയിൽ 4ാം ക്ലാസ്സുകാരിയെ ക്രൂരമായി മർദ്ദിച്ച മാതാപിതാക്കൾക്കെതിരെ കേസെടുത്തു. നൂർനാട് പോലീസാണ് കേസെടുത്തത്. മർദ്ദനം, അസഭ്യപ്രയോഗം, കുട്ടികൾക്കെതിരായ അതിക്രമം തടയൽ തുടങ്ങിയ വകുപ്പുകൾ ചേർത്താണ് കേസ്. പ്രൈവറ്റ് രജിസ്ട്രേഷനുമായി ബന്ധപ്പെട്ട പരാതിയിൽ കണ്ണൂർ സർവകലാശാലയ്ക്കെതിരെ UGC അന്വേഷണം. ശ്രീനാരായണ ഗുരു ഓപ്പൺ സർവകലാശാല വൈസ് ചാൻസലർ നൽകിയ പരാതിയിലാണ് അന്വേഷണം. UGC മാനദണ്ഡങ്ങൾ ലംഘിച്ചാണ് കണ്ണൂർ സർവകലാശാല പ്രൈവറ്റ് രജിസ്ട്രേഷന് അപേക്ഷകൾ ക്ഷണിച്ചതെന്നായിരുന്നു പരാതി.
പത്തനംതിട്ടയിൽ എയ്ഡഡ് സ്കൂൾ അധ്യാപികയായ ഭാര്യയ്ക്ക് 14 വർഷമായി ശമ്പളം ലഭിക്കാത്തതിൽ മനംനൊന്ത് ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ പ്രധാന അധ്യാപികയെ സസ്പെൻഡ് ചെയ്യണമെന്ന നിർദ്ദേശം തള്ളി സ്കൂൾ മാനേജ്മെന്റ്. ഇന്നലെ ചേർന്ന സെയിന്റ് ജോസഫ് സ്കൂൾ മാനേജ്മെന്റ് യോഗമാണ് വിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശം തള്ളിയത്. സ്കൂൾ അധ്യാപികയായ ഭാര്യയ്ക്ക് 14 വർഷമായി ശമ്പളം ലഭിക്കാത്തതിൽ മനംനൊന്ത് ഭർത്താവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ സർക്കാരിനെ വിമർശിച്ച് മുതിർന്ന CPIM നേതാവ് ജി സുധാകരൻ. ഉദ്യോഗസ്ഥ അലംഭാവത്തെക്കുറിച്ച് മേലധികാരികളോട് പറഞ്ഞിട്ടും പ്രയോജനമില്ലെങ്കിൽ അതിനർത്ഥം ഭരണകൂടം പരാജയമെന്നാണെന്ന് ജി സുധാകരൻ. വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ ചർച്ച ആവശ്യപ്പെട്ട് രാജ്യസഭാ ഉപാധ്യക്ഷന് AICC അധ്യക്ഷൻ മല്ലികാർജുൻ ഖർഗെ കത്ത് നൽകി. സമ്മേളനത്തിന്റെ ആദ്യ ദിവസം മുതൽ പ്രതിപക്ഷ MPമാർ SIRൽ ചർച്ച ആവശ്യപ്പെടുന്നുണ്ട്. വോട്ടർ പട്ടിക പരിഷ്കരണം സമൂഹത്തിലെ ദുർബല വിഭാഗങ്ങൾക്ക് ആശങ്ക ഉണ്ടാക്കുന്നതാണെന്നും മല്ലികാർജുൻ ഖർഗെ. ബീഹാർ വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനോട് മറുപടി തേടി സുപ്രീം കോടതി. കരട് വോട്ടർ പട്ടികയിൽ 65 ലക്ഷം പേരെ ഒഴിവാക്കിയെന്ന ആരോപണത്തിലാണ് മറുപടി നേടിയത്. കരട് പട്ടിക പ്രസിദ്ധീകരിക്കും മുൻപ് പാർട്ടികൾക്ക് നൽകിയിരുന്നോ എന്നും സുപ്രീം കോടതിയുടെ ചോദ്യം. എറണാകുളം കോതമംഗലത്ത് ആൺ സുഹൃത്തിനെ വിഷം കൊടുത്തു കൊലപ്പെടുത്തിയ കേസിൽ മാസങ്ങൾ നീണ്ട ആസൂത്രണം നടത്തിയെന്ന് പോലീസ്. വിഷം വാങ്ങിയ കടയിലെത്തിച്ച് യുവതിയുമായി തെളിവെടുപ്പ് നടത്തി. കസ്റ്റഡി കാലാവധി അവസാനിക്കുന്നതിന് മുൻപ് ശാസ്ത്രീയ തെളിവുകൾ കൂടി കണ്ടെത്തി കുറ്റപത്രം തയ്യാറാക്കാനാണ് പോലീസിന്റെ ശ്രമം. കോഴിക്കോട് ബാലുശ്ശേരിയിൽ ഭർതൃവീട്ടിൽ യുവതിയെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിൽ ദുരൂഹതയാരോപിച്ച് കുടുംബം. ഭർത്താവ് ശ്രീജിത്ത് ജിസ്നയെ മർദ്ദിച്ചിരുന്നുവെന്ന് സഹോദരൻ ജിഷ്ണു. ശ്രീജിത്തിന്റെ വീട്ടുകാർ ഇതുവരെ ബന്ധപ്പെട്ടിട്ടില്ലെന്നും വിശദമായ അന്വേഷണത്തിന് പോലീസിൽ പരാതി നൽകിയിട്ടുണ്ടെന്നും ജിഷ്ണു. കോഴിക്കോടും തിരുവനന്തപുരത്തും വള്ളം മറിഞ്ഞ് 2 മത്സ്യത്തൊഴിലാളികളെ കാണാതായി. സെന്റ് ആൻഡ്രൂ സ്വദേശി അലക്സ് പെരേരയും വടകര സ്വദേശി സുബൈറിനെയുമാണ് കാണാതായത്. ഇവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ്. കാസർഗോഡ് മടിക്കൈ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ റാഗിംഗ് പരാതിയിൽ 15 +2 വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുത്തു. +1 വിദ്യാർത്ഥി ഷാനിദിന്റെ പരാതിയിലാണ് കേസ്. ഷർട്ടിന്റെ ബട്ടൺസ് ഇട്ടില്ലെന്ന് ആരോപിച്ച് സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചു എന്നാണ് പരാതി. KV തോമസിന്റെ പുസ്തക പ്രകാശനത്തിൽ പങ്കെടുക്കുന്നതിൽ കോൺഗ്രസിൽ ഉയർന്ന വിമർശനങ്ങളിൽ പ്രതികരിച്ച് K മുരളീധരൻ. ജില്ലാ കോൺഗ്രസ് കമ്മിറ്റിയുടെ അനുവാദത്തോടെയാണ് പങ്കെടുക്കുന്നത്. കല്യാണത്തിനും മരണത്തിനും പങ്കെടുക്കേണ്ടത് രാഷ്ട്രീയം നോക്കിയിട്ടല്ലെന്നും K മുരളീധരൻ. ട്രെയിനിൽ സ്കൂൾ കുട്ടികൾക്ക് നേരെ ലൈംഗിക അതിക്രമമെന്ന പരാതി. അന്യസംസ്ഥാന സ്വദേശിയെ ആലുവയിൽ നിന്ന് കസ്റ്റഡിയിലെടുത്ത് RPF. എറണാകുളം SVMT ബാംഗ്ലൂർ സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസിലാണ് സംഭവം. തൃശൂർ കോടാലി സർക്കാർ LP സ്കൂളിലെ ഓഡിറ്റോറിയത്തിന്റെ സീലിംഗ് പൂർണ്ണമായും അടർന്നു. അപകടം പുലർച്ചെയായതിനാൽ വൻ ദുരന്തം ഒഴിവായി. പ്രവൃത്തി ദിവസങ്ങളിൽ നേരത്തെത്തുന്ന വിദ്യാർത്ഥികൾ ഓഡിറ്റോറിയത്തിന് അകത്താണ് ഇരിക്കാറുള്ളത്. സർക്കാർ ജീവനക്കാരുടെയും പെൻഷൻകാരുടെയും മെഡിക്കൽ ഇൻഷുറൻസ് പദ്ധതിയായ മെഡിസെപ്പിന്റെ 2ാം ഘട്ടത്തിന് അനുമതി. അടിസ്ഥാന ഇൻഷുറൻസ് പരിരക്ഷ 3 ലക്ഷത്തിൽ നിന്ന് 5 ലക്ഷമായി ഉയർത്തും. ജീവനക്കാർ നൽകേണ്ട പ്രീമിയം 500 രൂപയിൽ നിന്ന് 750 രൂപയായി കൂട്ടി. വെളിച്ചെണ്ണ വില വർധന നിയന്ത്രിക്കാനുള്ള നടപടികൾ പുരോഗമിക്കുകയാണെന്ന് മന്ത്രി GR അനിൽ. കേരാഫെഡിന്റെ ഉൽപ്പന്നം സപ്ലൈകോ വഴി വില കുറച്ചു നൽകും. 15-ാം തീയതിയോടുകൂടി വീണ്ടും വില കുറയ്ക്കാനുള്ള ശ്രമങ്ങൾ നടത്തുമെന്നും മന്ത്രി. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട സാന്ദ്ര തോമസിന്റെ ഹർജി പരിഗണിക്കുന്നത് 11-ാം തീയതിയിലേക്ക് മാറ്റി കോടതി. നാമനിർദ്ദേശ പത്രിക തള്ളിയതിനെതിരെയാണ് സാന്ദ്ര തോമസ് എറണാകുളം സബ് കോടതിയിൽ ഹർജി നൽകിയത്. ഛത്തീസ്ഗഡിൽ അറസ്റ്റിലായ കന്യാസ്ത്രീകൾക്കെതിരെ എടുത്ത കേസ് പിൻവലിക്കണമെന്ന് KCBC. വർദ്ധിച്ചുവരുന്ന ന്യൂനപക്ഷ പീഡനങ്ങളിൽ ആശങ്ക രേഖപ്പെടുത്തി KCBC. ലഹരി പരിശോധനയ്ക്കിടെ പോലീസിനെ മർദ്ദിച്ച കേസിൽ യൂത്ത് ലീഗ് നേതാവ് PK ഫിറോസിന്റെ സഹോദരൻ PK ബുജൈറിന്റെ ജാമ്യാപേക്ഷയിൽ വെള്ളിയാഴ്ച വിധി പറയും. CPIM സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങി പോലീസ് കേസ് കെട്ടിച്ചമച്ചതാണെന്ന് പ്രതിഭാഗത്തിന്റെ ആരോപണം. വയനാട് തിരുനെല്ലിയിൽ മാനുകളുടെ ആക്രമണത്തിൽ വയോധികയ്ക്ക് ഗുരുതര പരിക്ക്. അരണപ്പാറ പള്ളിമുക്ക് സ്വദേശി ലക്ഷ്മിക്കാണ് പരുക്കേറ്റത്. വീട്ടുമുറ്റത്ത് തുണി വിരിക്കുന്നതിനിടെയായിരുന്നു ലക്ഷ്മിയെ മാനുകൾ ഇടിച്ചു വീഴ്ത്തിയത്. സംസ്ഥാനത്ത് മഴയുടെ തീവ്രത കുറഞ്ഞു. വടക്കൻ കേരളത്തിൽ ഒറ്റപ്പെട്ട അതിശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന്
കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട്. ഇടുക്കി, മലപ്പുറം, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ യെല്ലോ മുന്നറിയിപ്പ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മീൻപിടുത്തത്തിന് വിലക്ക്. തിരുവനന്തപുരം RCCയിൽ ലിഫ്റ്റുകൾ തകരാറിലായതിനെ തുടർന്ന് രോഗികൾ ദുരിതത്തിൽ. ഓപ്പറേഷൻ തിയേറ്ററിനോട് ചേർന്നുള്ള ലിഫ്റ്റും ഫാർമസി ബ്ലോക്കിലെ ലിഫ്റ്റുകളും പൂർണ്ണമായും പണിമുടക്കി. അറ്റകുറ്റപ്പണികളെ തുടർന്ന് കഴിഞ്ഞ 4 മാസമായി ലിഫ്റ്റുകളുടെ പ്രവർത്തനം ഭാഗികമാണ്. സംസ്ഥാനത്ത് പകർച്ചപ്പനി പടരുന്നു. ഡെങ്കിപ്പനിയും എലിപ്പനിയും ചിക്കൻ പോക്സും വ്യാപകം. ഇന്നലെ പനി ബാധിച്ച് ചികിത്സ തേടിയത് 11,013 പേർ. പനി ബാധിതർ കൂടുതൽ മലപ്പുറത്ത്. സംസ്ഥാനത്തെ KSRTC ബസ്സുകളിൽ ഗുരുതര വീഴ്ച. ബസ്സുകളിൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് സംവിധാനം ഇല്ല. 15 വർഷമായി ഫസ്റ്റ് എയ്ഡ് ബോക്സുകളിലേക്ക് ആവശ്യമായ മരുന്ന് വാങ്ങിയിട്ടില്ല. ഇത് തെളിയിക്കുന്ന വിവരാവകാശ രേഖ 24 ലഭിച്ചു. തിരുവനന്തപുരം ലോ അക്കാഡമിയിൽ SFI ABVP സംഘർഷം. ഒരു SFI പ്രവർത്തകന്റെ തലയ്ക്ക് സാരമായി പരിക്കേറ്റു. ഒരു ABVP പ്രവർത്തകന് നട്ടലിന് പരിക്കേറ്റു. പരിക്കേറ്റവരെ പേരൂർക്കട താലൂക്ക് ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും പ്രവേശിപ്പിച്ചു. 100 ന്യൂസിലേക്ക് തിരികെ. ഇനി കേരളത്തിൽ നിന്നുള്ള കൂടുതൽ വാർത്തകൾ നോക്കാം. സ്മാർട്ട് സേവനങ്ങൾക്ക് അക്ഷയ കേന്ദ്രങ്ങൾ ഈടാക്കേണ്ട തുക നിശ്ചയിച്ച സർക്കാർ. ജനനമരണ രജിസ്ട്രേഷനുകൾക്ക് 40 രൂപ ഈടാക്കാം. കൊച്ചിയിൽ പ്രഭാത സവാരിക്കിടെ വയോധികൻ വാഹനമിടിച്ച് മരിച്ച സംഭവത്തിൽ വാഹനവും ഡ്രൈവറും പോലീസ് കസ്റ്റഡിയിൽ. പത്തനംതിട്ട സ്വദേശി എബ്രഹാമിനെയാണ് ആലുവ പോലീസ് പിടികൂടിയത്. തൃശൂർ മാളയിൽ പെട്രോൾ പമ്പിൽ നിർത്തിയിട്ട ബസ്സിന് തീപിടിച്ചു. പുത്തൻചിറ മങ്കിടി ജംഗ്ഷനിലെ PCK പെട്രോൾ പമ്പിലാണ് അപകടം. ബസ് പൂർണ്ണമായും കത്തിനശിച്ചു. കോഴിക്കോട് വാണിമേലിൽ തെങ്ങ് കടപുഴകി വീണ് വീട്ടമ്മയ്ക്ക് ദാരുണാന്ത്യം. കുനിയിൽ പീടികയ്ക്ക് സമീപം ജംഷീദിന്റെ ഭാര്യ ഫഹീമയാണ് മരിച്ചത്. വീട്ടുപറമ്പിലെ തെങ്ങ് കടപുഴകി മുറ്റത്ത് പതിക്കുകയായിരുന്നു. പാലക്കാട് അട്ടപ്പാടിയിൽ വ്യാജവാറ്റിനുള്ള വാഷ് പിടികൂടി. പുളിയപ്പതി മലയിൽ സൂക്ഷിച്ച 1200 ലിറ്റർ വാഷാണ് പിടികൂടിയത്. മലപ്പുറം താനൂരിൽ മത്സ്യബന്ധനത്തിനിടെ കണ്ടെയ്നർ കുരുങ്ങി വല നശിച്ചു. 19 ലക്ഷം രൂപയുടെ നഷ്ടമുണ്ടായെന്ന് മത്സ്യത്തൊഴിലാളികൾ. പത്തനംതിട്ട പുല്ലാട് ഭാര്യയെ കൊലപ്പെടുത്തി ഒളിവിൽ പോയ പ്രതി പിടിയിൽ. തിരുവല്ല നഗരത്തിൽ നിന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ഉദ്യോഗസ്ഥരാണ് പ്രതി ജയകുമാറിനെ പിടികൂടിയത്. കൊലപാതകം നടന്ന് 4ാം ദിവസമാണ് പ്രതി പിടിയിലായത്. എറണാകുളം മട്ടാഞ്ചേരിയിൽ ആംബർ ഗ്രീസുമായി 2 യുവാക്കൾ പിടിയിൽ. 1 കിലോയോളം ആംബർ ഗ്രീസാണ് ഇവരിൽ നിന്ന് പിടികൂടിയത്. പിടികൂടിയ തിമിംഗല ഛർദിക്ക് കോടികൾ വിലയുണ്ട്. കണ്ണൂർ വള്ളിത്തോട് സ്വകാര്യ വ്യക്തിയുടെ പറമ്പിൽ ജോലിക്കിടെ തൊഴിലാളി ഷോക്കേറ്റ് മരിച്ചു. വള്ളിത്തോട് സ്വദേശി രവീന്ദ്രനാണ് മരിച്ചത്. മരത്തിന്റെ ശിഖരങ്ങൾ വെട്ടുന്നതിനിടെയാണ് ഷോക്കേറ്റത്. തൃശൂർ അമല നഗറിൽ വാഹന പരിശോധനയ്ക്കിടെ ആയുധങ്ങളുമായി 4 പേർ പിടിയിൽ. വെളുത്തൂർ സ്വദേശി അനൂപ്, പത്തനംതിട്ട സ്വദേശി കാർത്തിക്, മനക്കൊടി സ്വദേശികളായ സ്റ്റീവോ, ശ്രീഹരി എന്നിവരാണ് പിടിയിലായത്. ആലപ്പുഴ കിടങ്ങറയിൽ 6 കിലോ കഞ്ചാവുമായി യുവാക്കൾ അറസ്റ്റിൽ. പുളിങ്കുന്ന് കായൽപ്പുറം സ്വദേശികളായ റിനോജ്, മാർട്ടിൻ എന്നിവരെയാണ് രാമങ്കരി പോലീസ് പിടികൂടിയത്. വയനാട് CPIMലെ സംഘടനാ പ്രശ്നങ്ങളിൽ നടപടി. നേതാക്കളായ 4 പേരെ ബ്രാഞ്ചിലേക്ക് തരം താഴ്ത്തി. കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് AV ജയൻ ഉൾപ്പെടെ ഉള്ളവർക്കെതിരെയാണ് നടപടി. ഫിലിം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ മലബാർ റീജിയണൽ കൌൺസിലിന്റെ നേതൃത്വത്തിൽ പ്രഥമ PV ഗംഗാധരൻ പുരസ്കാരം സമ്മാനിച്ചു. മുരളി ഫിലിംസ് ഉടമ VP മാധവൻ നായരാണ് പുരസ്കാര ജേതാവ്. 11,111 രൂപയും പ്രശസ്തി പത്രവും ഫലകവും അടങ്ങുന്നതാണ് പുരസ്കാരം. PV ഗംഗാധരന്റെ സഹോദരൻ PV ചന്ദ്രൻ പുരസ്കാര സമർപ്പണം നടത്തി. കോഴിക്കോട് മേയർ ബീന ഫിലിപ്പ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. പത്മശ്രീ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി മുഖ്യ അതിഥിയായിരുന്നു. 24 അസോസിയേറ്റ് എക്സിക്യൂട്ടീവ് എഡിറ്റർ ദീപക് ധർമ്മടം ചടങ്ങിൽ സംബന്ധിച്ചു. CPI തിരുവനന്തപുരം ജില്ലാ സമ്മേളനത്തിന് പതാക ഉയർന്നു. പൊതുസമ്മേളന വേദിയായ പുത്തരിക്കണ്ടം മൈതാനത്ത് ജില്ലയിലെ മുതിർന്ന നേതാവ് J വേണുഗോപാലൻ നായർ പതാക ഉയർത്തി. സാംസ്കാരിക സമ്മേളനം മന്ത്രി GR അനിൽ ഉദ്ഘാടനം ചെയ്തു. ലഹരി ഉപയോഗം വർദ്ധിക്കുന്നത് ദേശീയ സുരക്ഷയ്ക്ക് ഭീഷണിയാണെന്ന് സംസ്ഥാന പോലീസ് മേധാവി റവാഡ ചന്ദ്രശേഖർ. സീസൈഡ് റോട്ടറി ക്ലബിന്റെ സഹകരണത്തോടെ വാക്രോ ഫൗണ്ടേഷന്റെ CSR ഫണ്ട് ഉപയോഗിച്ച് വാങ്ങിയ സോട്ടോക്സ അനലൈസർ പോലീസിന് കൈമാറുന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു DGP.
ലഹരി വിമുക്ത തൃക്കാക്കരയ്ക്കായി വീട്ടുമുറ്റ കൂട്ടായ്മ എന്ന മുദ്രാവാക്യമുയർത്തി അലേർട്ട് തൃക്കാക്കര ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നു. തൃക്കാക്കര ജനജാഗ്രതാ സമിതിയുടെ നേതൃത്വത്തിൽ ഈ മാസം 10 വൈകിട്ട് 7 മണിക്ക് എല്ലാ വീടുകളിലും ലഹരി വിരുദ്ധ പ്രതിജ്ഞ ചൊല്ലി ദീപം തെളിയിക്കും. എഴുത്തുകാരൻ തോമസ് ജോസഫിനെ കുറിച്ചുള്ള ഓർമ്മ പുസ്തകം അത്ഭുത സമസ്യ എഴുത്തുകാരൻ NS മാധവൻ പ്രകാശനം ചെയ്തു. PF മാത്യൂസ്, വേണു വി ദേശം, സോക്രട്ടീസ് വാലത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. മനുഷ്യ വന്യജീവി സംഘർഷങ്ങൾക്ക് അയവ് വരുത്തുന്നതിന് വനം വകുപ്പ് നടപ്പാക്കുന്ന വിത്തൂട്ട് പദ്ധതിയുമായി സഹകരിച്ച് തിരുവനന്തപുരം ലുലു മാളും കുളത്തൂപ്പുഴ ഫോറസ്റ്റ് റേഞ്ചിൽ 400-ലേറെ വിത്തുകൾ നിക്ഷേപിച്ചുകൊണ്ടാണ് ലുലു മാൾ പദ്ധതിയുടെ ഭാഗമായത്. നോക്കാം പ്രധാന അറിയിപ്പുകൾ. ഉത്തരമേഖല അണ്ടർ 14 ജില്ലാ ക്രിക്കറ്റ് ടീമിലേക്ക് സെലക്ഷൻ നടത്തുന്നു. 2011 സെപ്റ്റംബർ 1 ശേഷം ജനിച്ചവർക്ക് പങ്കെടുക്കാം. സെലക്ഷൻ ഈ മാസം 9 കൃഷ്ണഗിരി സ്റ്റേഡിയത്തിൽ. മലപ്പുറം വളാഞ്ചേരി ഹയർ സെക്കൻഡറി സ്കൂളിൽ അധ്യാപക ഒഴിവ്. HSS വിഭാഗം ഹിന്ദി, അറബിക്, പൊളിറ്റിക്കൽ സയൻസ്, സംസ്കൃതം, സുവോളജി എന്നീ വിഷയങ്ങളിലാണ് നിയമനം. അഭിമുഖം ഈ മാസം 21. കോഴിക്കോട് വെസ്റ്റ് ഹിൽ എഞ്ചിനീയറിംഗ് കോളേജിൽ M.Tech കോഴ്സുകളിൽ സീറ്റൊഴിവ്. സ്പോട്ട് അഡ്മിഷൻ ഈ മാസം 8. വിശദവിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. തിരുവനന്തപുരം ഡോക്ടർ സായി ഗണേഷ് മെഡിക്കൽ സെന്ററിൽ സൗജന്യ മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കുന്നു. ഈ മാസം 8 ക്യാമ്പ്. തിരുവനന്തപുരം മലയൻകീഴ് ഊരൂട്ടമ്പലം റോഡിൽ അറ്റകുറ്റപ്പണികൾ നടക്കുന്നതിനാൽ ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി. 45 ദിവസത്തേക്കാണ് ഗതാഗത നിയന്ത്രണം. ദേശീയ വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ചൈനയിലേക്ക് ഈ മാസം 31 ഷാങ്ഹായ് സഹകരണ ഉച്ചകോടിയിൽ പങ്കെടുക്കുന്നതിനായാണ് പ്രധാനമന്ത്രി ചൈനയിലേക്ക് പോകുന്നത്. രാജ്യത്തെ എയർപോർട്ടുകൾക്ക് തീവ്രവാദ ഭീഷണി ഉണ്ടെന്ന് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ മുന്നറിയിപ്പ്. വിമാനത്താവളങ്ങളുടെ സുരക്ഷ വർദ്ധിപ്പിച്ചു. സെപ്റ്റംബർ 22 ഒക്ടോബർ 2 ഇടയിൽ ആക്രമണം ഉണ്ടാകുമെന്നാണ് ഭീഷണി. ജാർഖണ്ഡിലെ ഗുംലയിൽ മാവോയിസ്റ്റ് നേതാവിനെ ഏറ്റുമുട്ടലിൽ വധിച്ചു. സേന 15 ലക്ഷം രൂപ തലയ്ക്ക് വിലയിട്ട മാർട്ടിനാണ് കൊല്ലപ്പെട്ടത്. തമിഴ്നാട്ടിലെ തിരുപ്പൂരിൽ MLAയുടെ ഫാം ഹൌസിൽ പോലീസുകാരൻ വെട്ടേറ്റു മരിച്ചു. സ്പെഷ്യൽ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ഷൺമുഖ സുന്ദരമാണ് കൊല്ലപ്പെട്ടത്. ഡൽഹിയിൽ കോൺഗ്രസ് MPയുടെ മാല മോഷ്ടിച്ച പ്രതി പിടിയിൽ. സുധാ രാമകൃഷ്ണന്റെ മാലയാണ് 2 ദിവസം മുൻപ് ചാണക്യപുരിയിൽ നിന്ന് മോഷണം പോയത്. ബീഹാർ വോട്ടർ പട്ടിക പരിഷ്കരണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷനെതിരെ പ്രതിഷേധം ശക്തമാക്കാൻ ഇന്ത്യ സഖ്യം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് അടുത്ത തിങ്കളാഴ്ച മാർച്ച് സംഘടിപ്പിക്കും. രാജ്യാന്തര വാർത്തകൾ. മാഡ്രിഡ് എയർപോർട്ടിൽ നിന്ന് പാരീസിലേക്ക് പറന്നുയർന്ന ഐബീരിയ എയർബസ് വിമാനത്തിൽ പക്ഷിയിടിച്ചു. വിമാനത്തിന്റെ മുൻഭാഗം തകർന്നു. ഇന്ത്യക്കെതിരെ തീരുവ ചുമത്തുന്ന ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച് UN മുൻ US അംബാസിഡർ നിക്കി ഹേലി. US ചൈനയ്ക്കുമേലുള്ള തീരുവ 90 ദിവസത്തേക്ക് നിർത്തിവെച്ചത് ഇരട്ടത്താപ്പാണെന്നും നിക്കി. ഗസയിൽ ഭക്ഷണം കാത്തിരുന്ന 25 പേരടക്കം 85 പലസ്തീനികൾ ഇസ്രായേൽ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടു. ഗസയിലെ സൈനിക നിലപാടിന്റെ പേരിൽ ഇസ്രായേൽ പ്രധാനമന്ത്രിയും സൈനിക തലവനും യോഗത്തിൽ ഏറ്റുമുട്ടി. റഷ്യൻ എണ്ണ വാങ്ങുന്ന വിവാദത്തിൽ അമേരിക്കയ്ക്കെതിരെ ഇന്ത്യയെ പിന്തുണച്ച് റഷ്യ. അമേരിക്കയെയും യൂറോപ്യൻ യൂണിയനെയും പ്രതിക്കൂട്ടിൽ നിർത്തി ഇന്ത്യ. ഇന്ത്യ റഷ്യ പ്രതിരോധ ചർച്ച തുടരുന്നു. ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവലും റഷ്യൻ പ്രതിനിധികളുമായി മോസ്കോയിലാണ് ചർച്ച. ഫ്രാൻസിൽ വൻ കാട്ടുതീ. 27,000 ഏക്കർ ഭൂമി കത്തിനശിച്ചു. 1 മരണം, 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. സമാധാന ചർച്ചകൾക്കായി അർമേനിയ, അസർബൈജാൻ, US നേതാക്കൾ കൂടിക്കാഴ്ച നടത്താൻ തീരുമാനം. കഴിഞ്ഞ മാസത്തെ ചർച്ച ഫലം കാണാത്ത പശ്ചാത്തലത്തിലാണ് നീക്കം. 100 ന്യൂസിലേക്ക് വീണ്ടും ഇനി ബിസിനസ് ന്യൂസ്. തുടർച്ചയായ നിരക്കിളവുകൾക്ക് ശേഷം റിപ്പോ നിരക്ക് നിലനിർത്തി RBI. ത്രിദിന പണനയ കമ്മിറ്റി യോഗത്തിന് ശേഷം റിപ്പോ നിരക്കിലോ മറ്റു നിരക്കുകളിലോ മാറ്റം വരുത്തുന്നില്ലെന്ന് റിസർവ് ബാങ്ക് ഗവർണർ സഞ്ജയ് മൽഹോത്ര അറിയിച്ചു. സംസ്ഥാനത്ത് സ്വർണ്ണവില 3/4 ലക്ഷത്തിന് മുകളിൽ. ഗ്രാമിന് 10 രൂപ വർദ്ധിച്ച് 9,380 രൂപയും പവന് 80 രൂപ കൂടി 70,040 രൂപയുമായി. ചൈനീസ് കമ്പനികളുമായി ചേർന്ന് അദാനി ഗ്രൂപ്പ് ബാറ്ററി നിർമ്മിക്കുമെന്ന റിപ്പോർട്ട് നിഷേധിച്ച് അദാനി എന്റർപ്രൈസസ്. 2025 ആദ്യ പാദത്തിലെ വ്യക്തിഗത വായ്പകളിൽ 27% ഉപയോഗിച്ചത് യാത്രകൾക്കെന്ന റിപ്പോർട്ട്. അവധിക്കാല വായ്പകളുടെ ഏറ്റവും വലിയ ഉപയോക്താക്കൾ ടയർ 2 നഗരങ്ങളിൽ നിന്നുള്ളവരെന്നും ജെൻസി.
ഏകീകൃത വളം നികുതിക്കായുള്ള നിർദ്ദേശം പരിഗണിക്കാൻ GST കൗൺസിൽ 12% നികുതി വേണമെന്ന നിർദ്ദേശം സെപ്റ്റംബറിൽ പരിഗണിക്കും. ഇന്ത്യയിൽ നിന്നുള്ള മരുന്ന് ഇറക്കുമതിക്ക് 250% താരിഫ് ഈടാക്കാൻ ട്രംപ്. തീരുമാനമായാൽ ഇന്ത്യയിലെ $50 ബില്യൺ ഔഷധ വ്യവസായത്തിന് തിരിച്ചടിയാകുമെന്നാണ് വിലയിരുത്തൽ. ഇന്ത്യയുടെ വളർച്ചാ പ്രവചനം വെട്ടിക്കുറച്ച് ഗോൾഡ്മാൻ സാക്സ്. മുൻ പ്രവചനത്തിൽ 0.1% കുറവ് വരുത്തി 6.4% മാറ്റി. രാജ്യത്ത് 5 വർഷത്തിനിടെ ആദ്യമായി SUV വിൽപ്പന ഇടിഞ്ഞു. ജൂണിൽ രേഖപ്പെടുത്തിയത് 2.1% ഇടിവ്. സ്പോർട്സ് ന്യൂസ്. താരങ്ങളുടെ സാലറി വെട്ടിച്ചുരുക്കി കേരള ബ്ലാസ്റ്റേഴ്സ്. 10 മുതൽ 40% വരെയാണ് വെട്ടിച്ചുരുക്കിയത്. ICC ടെസ്റ്റ് ബൌളേഴ്സ് റാങ്കിങ്ങിൽ വൻ കുതിപ്പുമായി ഇന്ത്യയുടെ മുഹമ്മദ് സിറാജ് നില മെച്ചപ്പെടുത്തി 15ാം റാങ്കിലെത്തി. ജസ്പ്രീത് ബുംറ 1ാം റാങ്ക് നിലനിർത്തി. ICC ടെസ്റ്റ് ബാറ്റേഴ്സ് റാങ്കിങ്ങിൽ 3 സ്ഥാനം മെച്ചപ്പെടുത്തി യശസ്വി ജയ്സ്വാൾ 5ാം റാങ്കിൽ. 8ാം സ്ഥാനത്തുള്ള ഋഷഭ് പന്താണ് ആദ്യ 10-ലുള്ള മറ്റൊരു ഇന്ത്യൻ ബാറ്റർ. കലാസാംസ്കാരിക സിനിമാ വാർത്തകൾ. പാൻ ഇന്ത്യൻ ചിത്രമായ ഗൂഢാചാരി 2 റിലീസ് തീയതി പ്രഖ്യാപിച്ചു. 2026 മെയ് 1 ചിത്രം ആഗോള റിലീസായി എത്തും. കോമഡി ആക്ഷൻ ജോണറിലെത്തുന്ന സാഹസം ഈ മാസം 8 തിയേറ്ററുകളിലെത്തും. ബിപിൻ കൃഷ്ണ സംവിധാനം ചെയ്യുന്ന ചിത്രത്തിൽ നരേൻ, റംസാൻ തുടങ്ങിയവർ അഭിനയിക്കുന്നു. ബ്ലോക്ക് ബസ്റ്റർ തരംഗം സൃഷ്ടിച്ച് സൂ ഫ്രം സോ 75 നിന്ന് 150ഓളം സ്ക്രീനുകളിലേക്ക് പ്രദർശനം കൂട്ടി. 8 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം നടി ഭാമ വീണ്ടും മലയാള സിനിമയിൽ. ഇപ്പോൾ പ്രദർശനം തുടരുന്ന സുമതി വളവിലൂടെയാണ് ഭാമയുടെ തിരിച്ചുവരവ്. കോവിഡ് വാക്സിൻ സ്വീകരിച്ച 40-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്ക് അപ്രതീക്ഷിത ഹൃദയാഘാതമുണ്ടാകുന്നു എന്ന പ്രചാരണം വ്യാജം. എറണാകുളത്തെ ESI ആശുപത്രിയിൽ പതിപ്പിച്ച നോട്ടീസ് എന്ന പേരിലാണ് പോസ്റ്റർ പ്രചരിച്ചത്. നിയമ നടപടി സ്വീകരിച്ച് ആശുപത്രി അധികൃതർ. നാളെ അറിയാം. കൊച്ചിയിൽ നാളെ കുടിവെള്ള വിതരണം മുടങ്ങും. കൊച്ചി കോർപ്പറേഷൻ, ആലുവ, കളമശ്ശേരി, ഏലൂർ, തൃക്കാക്കര എന്നിവിടങ്ങളിലാണ് ജലവിതരണം മുടങ്ങുക. എടത്തല, കീഴ്മാട്, ചേരാനല്ലൂർ, മുളവുകാട്, എളങ്കുന്നപ്പുഴ, ഞാറയ്ക്കൽ പഞ്ചായത്തുകളിലും ജലവിതരണം തടസ്സപ്പെടും. പുനർഗേഹം പദ്ധതിയുടെ ഭാഗമായി നിർമ്മിച്ച ഫ്ളാറ്റുകളുടെ താക്കോൽദാനം മുഖ്യമന്ത്രി നാളെ നിർവഹിക്കും. തിരുവനന്തപുരം മുട്ടത്തറയിൽ മത്സ്യത്തൊഴിലാളികൾക്കായി 332 ഫ്ളാറ്റുകളാണ് നിർമ്മിച്ചത്. കേരള NGO സംഘിന്റെ 46ാമത് സംസ്ഥാന സമ്മേളനത്തിന് നാളെ തുടക്കമാകും. പത്തനംതിട്ട സെയിന്റ് സ്റ്റീഫൻസ് ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ഗതാഗത വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന ശ്രീ ചിത്ര തിരുനാൾ എഞ്ചിനീയറിംഗ് കോളേജിൽ ഒഴിവുള്ള BTech ലാറ്ററൽ എൻട്രി സീറ്റുകളിലേക്കും MTech സീറ്റുകളിലേക്കും നാളെ 10-ന് സ്പോട്ട് അഡ്മിഷൻ നടത്തും. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുക. പാലക്കാട് കൊപ്പം ഗവൺമെന്റ് ഹൈസ്കൂളിൽ HST സംസ്കൃതം, ഫിസിക്കൽ സയൻസ് എന്നീ തസ്തികകളിൽ ദിവസവേതനാടിസ്ഥാനത്തിൽ താൽക്കാലിക അധ്യാപകരെ നിയമിക്കുന്നു. അഭിമുഖം നാളെ രാവിലെ 10:30-ന് സ്കൂൾ ഓഫീസിൽ. ഇപ്പോൾ കിട്ടിയത്. ദുബായിലെ അൽബർഷ സൗത്ത് പ്രദേശത്തേക്കും ഉമ്മു സുഖീം സ്ട്രീറ്റിലേക്കുമുള്ള കവാടങ്ങൾ അടച്ചതായി RTA അറിയിച്ചു. ഉമ്മു സുഖീം സ്ട്രീറ്റ് വികസന പദ്ധതിയുടെ ഭാഗമായാണ് നടപടി. യുവ ഐറിഷ് ഫാഷൻ ഡിസൈനറെ ന്യൂയോർക്കിലെ യാച്ചിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. കാർലോ സ്വദേശിനിയായ മാർത്ത നോളൻ ഒസ്റ്റാസിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ജിദ്ദയിൽ ഡൈവിംഗിനിടെ മുങ്ങൽ വിദഗ്ധൻ മുങ്ങി മരിച്ചു. അബ്ഹുർ കടൽ തീരത്ത് വെച്ചാണ് അപകടമുണ്ടായത്. ഡൈവർ ഫഹദ് അറാഫത്താണ് മുങ്ങി മരിച്ചത്. 100 ന്യൂസ് പൂർത്തിയാവുന്നു. ഗുഡ് നൈറ്റ്.